തുടരും സിനിമയുടെ 13 ദിവസത്തെ ഏകദേശം വേൾഡ് വൈഡ് കളക്ഷൻ എന്നത് 178 കോടി രൂപയാണ്. 2018 എന്ന സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ തകർത്തുകൊണ്ട് ഏറ്റവും കൂടുതൽ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ നേടിയ സിനിമകളിൽ ടോപ്പ് 3ൽ ഇപ്പോൾ തുടരും സിനിമ എത്തിയിരിക്കുകയാണ്. ടോപ്പ് 1ൽ എമ്പുരാനും ടോപ്പ് 2ൽ മഞ്ഞുമൽ ബോയ്സുമാണ് ഉള്ളത്. എന്തായാലും ഏതാനും ദിവസങ്ങൾ കൊണ്ട് തന്നെ തുടരും സിനിമ 2018 സിനിമയുടെ കേരള കളക്ഷനും ബ്രേക്ക് ചെയ്യും. കേരളത്തിൽ 100 കോടിയോളം രൂപ തുടരും സിനിമ കളക്ഷൻ നേടിയെന്ന് പറഞ്ഞ് രജപുത്ര ഫിലിംസും അതുപോലെ തരൺമൂർത്തിയും ഒക്കെ ഇന്ന് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ശരിക്കും സിനിമയുടെ 12 ദിവസത്തെ കേരള കളക്ഷൻ 76 കോടി രൂപയാണ്. അതുപോലെ ഇന്നലത്തെ കേരള കളക്ഷനും കൂടി കൂട്ടുമ്പോൾ ഏകദേശം 80 കോടിയോളം രൂപയായിട്ടുള്ളൂ തുടരും സിനിമയുടെ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ. കേരളത്തിൽ 4 കോടിക്ക് മുകളിൽ സിനിമയ്ക്ക് ഓരോ ദിവസവും കളക്ഷൻ ഉണ്ട്. മിക്കവാറും ഈ വരുന്ന ഞായറാഴ്ച മറ്റായിരിക്കാം തുടരും സിനിമ കേരളത്തിൽ 100 കോടി ക്ലബിൽ ഇടം നേടാൻ പോകുന്നത്. അങ്ങനെ ആദ്യമായി ഒരു മലയാള ചിത്രം കേരള ബോക്സ് ഓഫീസിൽ 100 കോടിയോളം രൂപ കളക്ഷൻ നേടാൻ പോകുന്നു. എന്തായാലും തരൺമൂർത്തിയും എം രഞ്ജിത്തും സിനിമ 100 കോടിയോളം രൂപ കേരളത്തിൽ ഗ്രോസ് കളക്ഷൻ നേടിയതിന് ശേഷം ഈ ഒരു പോസ്റ്റർ ഇടുന്നതായിരുന്നു കുറച്ചും കൂടി നല്ലത്. ഈ ഒരു നിമിഷം തുടരും സിനിമയുടെ ഇന്നത്തെ കേരള അഡ്വാൻസ് സെയിൽസ് 1,40,00,000 എത്തിയിട്ടുണ്ട്. എന്തായാലും വർക്കിംഗ് ഡേയ്സിലും തുടരും സിനിമ കേരളത്തിൽ വമ്പൻ കളക്ഷൻ തന്നെയാണ് നേടുന്നത്.